പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്കിന്റെ തിരുവല്ല മല്ലപ്പള്ളി മേഖലകളുടെ സംയുക്ത യോഗം തിരുവല്ലയിൽ ചേർന്നു. ജില്ലാ ബാങ്ക് പ്രസിഡന്റ് തോപ്പിൽ ഗോപകുമാർ മേഖലായോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു പാലാടി അധ്യക്ഷത വഹിച്ചു. ഈ വർഷം നമ്മൾ ലക്ഷ്യമിടുന്നത് 3500 കോടി രൂപയുടെ ബിസിനസ് നടക്കണം എന്നുള്ള രൂപത്തിലാണ്. ലോണിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇൻഡിവിജ്വൽ ലോൺ 25 ലക്ഷം രൂപയായിരുന്നു പരമാവധി കൊടുത്തുകൊണ്ടിരുന്നത്. അത് 40 ലക്ഷം രൂപയാക്കി ഉള്ള തീരുമാനം ഡയറക്റ്റ് ബോർഡ് എടുത്തു. ഇപ്പോൾ അതിൻ്റെ ലോൺ ആപ്ലിക്കേഷൻ വന്ന് കൊടുത്തു കഴിഞ്ഞു. 40 ലക്ഷം ആവശ്യക്കാർക്ക് 40 ലക്ഷം രൂപ മതിയായ ജാമ്യത്തിൽ കൊടുക്കുവാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ATM സംവിധാനം. ഇന്നത്തെ കാലഘട്ടത്തിൽ ATM സംവിധാനം വളരെ അനിവാര്യമാണ് എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലാ സഹകരണ ബാങ്ക് ATM സംവിധാനത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ആദ്യം പത്തനംതിട്ട മെയിൻ ബ്രാഞ്ച്, അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അടൂര്, തിരുവല്ല 3 പ്രദേശങ്ങളിൽ ATM സംവിധാനം തുടങ്ങുന്നു. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും ATM സംവിധാനത്തിൻ്റെ സേവനം നൽകുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ജനറൽ മാനേജർ TK റോയ്, സുന്ദരൻ ആചാരി, അനീഷ് വരിക്കണ്ണാമല, PK തങ്കപ്പൻ, സുധികുമാർ, ശീലാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സഹകരണ ബാങ്കിൽ ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ ത്വരിതഗതിയിൽ ഏർപ്പെടുത്തുക, ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുക, NPA 3% താഴെ എത്തിക്കാൻ ഭരണസമിതിക്കും ജീവനക്കാരും കൂട്ടായി യത്നിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു വന്നു.